1939 കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഔദ്യോഗികമായി പിറവിയെടുത്ത മണ്ണിൽ 5 വർഷങ്ങൾക്കപ്പുറം 1944 മുണ്ടയിൽ കോരനും കല്യാണിക്കും ഒരു മകൻ ജനിച്ചു. കാലം കാത്തുവെച്ച കാവ്യനീതി പോലെ ഇന്ന് ആ നാട് അറിയപ്പെടുന്നത് ആ മകന്റെ പേരിൽ കൂടിയാണ്. ആ മകന്റെ പേര് സഖാവ് പിണറായി വിജയൻ. സ്റ്റുഡൻസ് ഫെഡറേഷന്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ കാലത്ത് കലുഷിതമായ തലശ്ശേരിയിൽ CPM മണ്ഡലം സെക്രട്ടറിയായി നിയോഗിക്കപ്പെട്ടപ്പോൾ പിണറായി വിജയന് അന്ന് 23 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഉണർവായി ഉശിരായി മിന്നൽ പിണറായി അവതാരമായി പിറന്നു ചുവപ്പ്. വയസ്സിൽ 1970 ആദ്യമായി നിയമസഭയിലേക്ക് ജയിച്ചു കയറിയ വർഷം. അടിയന്തരാവസ്ഥയുടെ മറവിൽ പോലീസിന്റെ കൊടും ക്രൂരതകളാണ് സഖാവ് പിണറായി വിജയന് നേരിടേണ്ടി വന്നത്. പക്ഷേ ആ കൊടിയ മർദ്ദനങ്ങൾക്കൊന്നും തകർത്ത് കളയാൻ കഴിയുന്ന വിപ്ലവ വീര്യമായിരുന്നില്ല അയാൾ. ആ കറുത്ത ദിനങ്ങളുടെ ബാക്കിപത്രമായ ചോരക്കര പുരണ്ട ഷർട്ടുമായി നിയമസഭയിലെത്തി സഖാവ് നടത്തിയ പ്രസംഗം ഇന്നും നിയമസഭാ രേഖകളിലെ തിളങ്ങുന്ന അധ്യായമായി നിലകൊള്ളുന്നു. പിന്നീട് 1977 1991 1996 അദ്ദേഹം നിയമസഭയിലേക്ക് ജയിച്ചു കയറി. 1996 കേരളത്തിന്റെ സഹകരണ വൈദ്യുതി മന്ത്രിയായിരുന്നു അദ്ദേഹം. വൈദ്യുതി ഉത്പാദനത്തിലും വിതരണത്തിലും 1/4 നൂറ്റാണ്ടുകൊണ്ട് കേരളത്തിൽ സൃഷ്ടിക്കാൻ കഴിയാത്ത നേട്ടം 2 വർഷം കൊണ്ട് നേടിയെടുത്തപ്പോൾ പിണറായി വിജയന്റെ കർമ്മശേഷി എന്തെന്ന് കേരള ജനത അറിയുകയായിരുന്നു. 1998 അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ചടയൻ ഗോവിന്ദന്റെ മരണത്തെ തുടർന്ന് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ് പാർട്ടി സെക്രട്ടറിയായി സ്ഥാനമേറ്റു. പിന്നീട് 16 വർഷക്കാലമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അദ്ദേഹം നയിച്ചത്. ഇതിനിടയിൽ പാർട്ടിക്ക് നേരെയും പിണറായി വിജയന് നേരെയും വാളോങ്ങിയ പലരും ആ പാർട്ടി സെക്രട്ടറിയുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ തലകുനിച്ച് മടങ്ങേണ്ടി വന്നത് ചരിത്രമാണ്. എന്നും നിലപാടുകളിലെ കാർക്കശ്യവും വാക്കുകളിലെ തീവ്രതയും കാത്തു സൂക്ഷിക്കുന്ന ആളാണ് പിണറായി വിജയൻ. പാർട്ടിക്ക് നേരെ വരുന്നത് എന്തിനേയും കരളുറപ്പോടെ നേരിട്ട സഖാവ്. CPIM-ന്റെ ഏതെങ്കിലും നേതാവിനെയോ ഏതെങ്കിലും നേതാക്കളെയോ ഇതുപോലൊരു കേസിൽ കളവായി പെടുത്തി ഈ പാർട്ടിയെ തകർത്തു കളയാമെന്ന ധാരണയുണ്ടോ UDF-ന്? അപ്പോഴാണ് ഈ പാർട്ടി ഒരു തീപ്പന്തമായി മാറുക. 2016 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടം മണ്ഡലത്തിൽ നിന്ന് 36,000-ലധികം വോട്ടിന് ജയിച്ച് മുഖ്യമന്ത്രി പദവിയിലേക്ക് നടന്നു കയറുമ്പോൾ കേരള ജനത അതുവരെ കണ്ട ചിരിക്കാത്ത പിണറായി വിജയനെ കൂടുതൽ അറിഞ്ഞു തുടങ്ങുകയായിരുന്നു. പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായിയെ മാത്രമല്ല പിന്നീട് കേരളം കണ്ടത്. ഒരു മുഖ്യമന്ത്രിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അയാൾ കൃത്യമായി ചെയ്തു വെക്കുകയായിരുന്നു. മധ്യപ്രദേശിലെ എന്റെ യാത്ര തടഞ്ഞതിനെ പറ്റി നിങ്ങൾ പറയുന്നുണ്ട്. ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരു സംസ്ഥാനത്ത് ഞാൻ ചെല്ലുമ്പോൾ ആ സംസ്ഥാനത്തിലെ ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുക എന്നത് ഒരു മര്യാദയാണ്. അതൊരു മുഖ്യമന്ത്രി സ്വീകരിക്കേണ്ട മര്യാദയാണ്. ആ ഗവൺമെന്റ് പറഞ്ഞു അങ്ങോട്ട് പോകാൻ പാടില്ല. ഞാനതനുസരിച്ചു. മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനാണെങ്കിൽ ഇന്ദ്രചന്ദ്രന് എന്നെ തടയാനാകില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോളണം. അതുകൊണ്ട് ആ വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട. എന്തിനു വെറുതെ അത്തരം പ്രയോഗങ്ങൾ നടത്തുന്നു? സ്വയം ചിരിക്കുന്നതിലല്ല, തന്റെ മുന്നിലുള്ള ജനതയുടെ മുഖത്ത് ചിരി വിരിയിക്കുന്നതാണ് അയാളുടെ പ്രത്യയശാസ്ത്രമെന്ന് ഈ നാട് തിരിച്ചറിയുകയായിരുന്നു. എണ്ണയിട്ട യന്ത്രം പോലെ കേരളത്തിന്റെ ഭരണ സംവിധാനം അയാൾ ചലിപ്പിക്കുമ്പോൾ എതിരാളികൾക്ക് പോലും സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു പിണറായി വിജയൻ എന്ന നേതാവിന്റെ കർമ്മനിരതയെ. ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ധീരമായി നിലപാട് പറഞ്ഞു ശ്രീ പിണറായി വിജയൻ. ഞാൻ യൂത്ത് ലീഗിന്റെ പ്രതിനിധിയായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ പ്രിയപ്പെട്ട പിണറായി വിജയന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വേറുണ്ട്, ഞങ്ങൾ വേറെ പറയും.
അത് വേറെ പറയും. പക്ഷേ ഗവർണർ പിണറായി വിജയനെ ജനാധിപത്യം പഠിപ്പിക്കുമ്പോ RSSൽ നിന്ന് ഇതൊന്നും പഠിക്കേണ്ടുന്ന ഗതികേട് ഞങ്ങൾക്കില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3.5 കോടി മലയാളിയുടെ അഭിപ്രായമാണ്. അതുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനെ ആ അർത്ഥത്തിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു ഭാരവാഹി എന്ന ഔദ്യോഗികമായി നിലനിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുകയാണ്. പ്രളയവും നിപ്പയും ഓഖിയുമൊക്കെ ഈ നാടിനെ പിടിച്ചു കുലുക്കിയപ്പോൾ ഈ നാടിനെ ചേർത്ത് പിടിച്ച് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ലോകത്തിൽ തന്നെ മാതൃകയായി ഈ കൊച്ചു കേരളം ഇന്ന് അറിയപ്പെടുമ്പോൾ അതിനു പിന്നിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തന്നെയാണെന്നതിൽ ആർക്കും സംശയമില്ല. മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും ആ ഒറ്റ മനുഷ്യനെ പലവട്ടം കൂട്ടം കൂടി ആക്രമിച്ചു. പലവട്ടം വധശ്രമം വരെ ഉണ്ടായി. പക്ഷേ അയാൾ അതിനെല്ലാം മുകളിൽ ഒരു മിന്നൽ പിണറായി നിലനിന്നു. ഒരു കാലം ബ്രണ്ണൻ കോളേജിലെ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ കാലം, ആ കാലം ഈ പറയുന്ന RSSകാർക്ക് അറിയില്ലെങ്കിൽ പഴയ RSSകാരോട് ചോദിക്കണം. അന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നുപോയിട്ടുണ്ട്. അന്ന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കൂട്ടര് ഇപ്പോ എന്ത് ചെയ്തു കളയുന്നാണ്. വെല്ലുവിളികൾ നിറഞ്ഞ ഐതിഹാസികമായ സമരവഴിയിലൂടെ നടന്നു വന്നൊരു മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ധീരതയുടെ പേരായി സഖാവ് പിണറായി വിജയൻ മാറുന്നത്. ഹരിതമിടവനമടിയിലെ ജലതമിടയും മലമുടിയിലെ അമര സമരമുയർത്തി അടിമ ജീവിതം മുതച്ചരുതിര